അഭയ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 0488423266. BS സുനിൽകുമാറിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി MK വർഗീസ്. BJP സംസ്ഥാന പ്രസിഡന്റിൽ നിന്ന് കേക്ക് സ്വീകരിച്ചതിനെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിച്ചു. BJPക്കാർ തന്നെ വിളിച്ചിട്ടോ അനുവാദം ചോദിച്ചിട്ടോ വന്നതല്ലെന്ന് അദ്ദേഹം വിശദമാക്കി. ക്രിസ്മസ് ദിവസമാണ് അവർ വന്നത്. ക്രിസ്മസിന് എല്ലാവരും പരസ്പരം സ്നേഹം പങ്കിടും. ഇത്തരത്തിൽ സ്നേഹം പങ്കിടാൻ ഒരു കേക്കുമായി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അകത്തേക്ക് കയറരുതെന്ന് പറയുന്ന സംസ്കാരം എനിക്കില്ല. കാരണം ഞാൻ ക്രിസ്ത്യാനിയാണ്. സ്നേഹം പങ്കിടുന്നവരാണ്. 4 വർഷക്കാലമായി ഞാൻ കേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഓഫീസിൽ എത്തിക്കാറുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളിലും എത്തിക്കും. ഇന്നുവരെ മുടക്കിയിട്ടില്ല. അദ്ദേഹം വിശദമാക്കി. സുനിൽകുമാർ MP ആണെന്ന് കരുതുക. BJP ഒരു കേക്ക് കൊടുത്താൽ അദ്ദേഹം വാങ്ങില്ലേ എന്ന് MK വർഗീസ് ചോദിക്കുന്നു. കേക്ക് വാങ്ങി എന്നതിൻ്റെ പേരിൽ ആ പ്രസ്ഥാനത്തിനൊപ്പം പോയി എന്നതാണോ? സുനിൽകുമാറിന് എന്തും പറയാം. അദ്ദേഹം പുറത്തു നിൽക്കുകയാണ്. ഞാൻ ഒരു ചട്ടക്കൂടിനകത്ത് നിൽക്കുകയാണ്. അതും ഇടതുപക്ഷത്തിൻ്റെ ചട്ടക്കൂടിൽ ഒരുമിച്ച് വളരെ സൗഹൃദപരമായി ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി മാത്രം മുന്നോട്ട് പോകുന്ന മേയറാണ് ഞാൻ. അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ്. കാരണം ഇടതുപക്ഷത്ത് നിലനിൽക്കുന്ന ഒരാളാണത് പറയുന്നത്. ഒരിക്കലും പറയാൻ പാടില്ലാത്തതല്ലേ? അദ്ദേഹം ചോദിച്ചു. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇതുപോലെ സുരേഷ് ഗോപി വന്നുവെന്നും അദ്ദേഹത്തിന് ഒരു ചായ കൊടുത്തത് ഇത്ര വലിയ തെറ്റാണോ എന്നും അദ്ദേഹം ചോദിച്ചു. ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷൻ അകത്ത് തന്നെ കാണാൻ എന്നാൽ സുനിൽകുമാർ വന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ 1000 കോടി ചെലവ് ചെയ്തിട്ടുണ്ട്, മേയർ അത് പറഞ്ഞില്ല എന്ന്. ഞാൻ പറയണമെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ടേ? റോഡിൽ ഇറങ്ങി നിന്ന് പറയാൻ പറ്റുമോ? മുൻ മന്ത്രിയായിരുന്ന സുനിൽകുമാർ 1000 കോടി ചെലവ് ചെയ്തു എന്ന് പറയാൻ ഒരു വേദി അദ്ദേഹം ഉണ്ടാക്കണ്ടേ? ആകെ വന്നത് സുരേഷ് ഗോപി മാത്രമാണ്. എൻ്റെ ഓഫീസിനകത്ത് ഒരു സ്ഥാനാർത്ഥി വന്നാൽ സാമാന്യ മര്യാദ മാത്രമാണ് താൻ പ്രകടിപ്പിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആസൂത്രിതമായിട്ടാണോ BJP പ്രവർത്തകർ വന്നതെന്ന് ചോദിക്കേണ്ടത് BJPയോടാണ്. വീട്ടിൽ താൻ ലോകരക്ഷകനെ കാത്തു നിൽക്കുകയായിരുന്നു. ഇവർ കയറി വരുമ്പോൾ വീട്ടിൽ ഞാൻ ലോകരക്ഷകനെ കാത്തിരിക്കുകയാണ് എന്ന് പറയാൻ കഴിയുമോ? എവിടം കൊണ്ടാണ് തൻ്റെ BJP കണ്ടത് എന്ന് സുനിൽകുമാറിനോട് ചോദിക്കണം. താൻ ഇടതുപക്ഷത്തിന് ഒപ്പം നിന്ന് BJPക്ക് വേണ്ടി പ്രചാരണത്തിന് പോയോ എന്നത് സുനിൽകുമാർ തെളിയിക്കണം. BJP വർഗീയ പാർട്ടി, അവർ അവരുടെ വഴിക്ക് പോട്ടെ. താൻ ഇടതുപക്ഷത്തിനൊപ്പമാണ് പോകുന്നത്. സുനിൽകുമാറിൻ്റെ പ്രസ്താവന വില കൽപ്പിക്കുന്നില്ല. MLA ആകാനുള്ള ആഗ്രഹം തനിക്കില്ല. ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നു, അദ്ദേഹം വിശദമാക്കി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.